ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി രാജ്യത്തെ സൈനിക രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഒരു അത്ഭുതമായി തുടരുന്ന വ്യക്തിത്വമാണ്. 1989 ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അധികാരം ഏറ്റെടുത്ത ശേഷം ഇത്രയും ദീർഘകാലം ഇറാന്റെ ഭരണചക്രം നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ ഫെബ്രുവരി 8-ന് ഇറാന്റെ വ്യോമസേന കമാൻഡർമാരുമായുള്ള വാർഷിക കൂടിക്കാഴ്ചയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നതും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അസാധാരണമായ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ ചരിത്രത്തിൽ പ്രതീകാത്മകമായി വലിയ പ്രാധാന്യമുള്ള ഈ ചടങ്ങിൽ നിന്ന് 4 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് അദ്ദേഹം അദൃശ്യനാകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ഒരു ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നത് വെറും ഒരു വാർത്തയല്ല, മറിച്ച് അത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ വരാനിരിക്കുന്ന നയരൂപീകരണത്തിന്റെ സൂചനയാണ്. വ്യോമസേന ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് അഭിവാദ്യം ചെയ്യുന്നത് ഖമേനിയുടെ വാർഷിക കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു. ഇത്തവണ അവിടെ അദ്ദേഹത്തിന് പകരം സായുധ സേനാ മേധാവി അബ്ദുൾ റഹീം മൗസവി എത്തിയത് ലോകരാജ്യങ്ങൾക്കിടയിൽ പലവിധ ഊഹാപോഹങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഖമേനിയുടെ നീക്കം കേവലം ശാരീരികമായ അസ്വസ്ഥത കൊണ്ടല്ല, മറിച്ച് ശത്രുരാജ്യങ്ങളുടെ കണക്കുകൂട്ടലുകളെ തകിടം മറിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. സമീപകാലത്തായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം യുദ്ധത്തിന്റെ വക്കിലെന്നോണം വഷളായിട്ടുണ്ട്. വാഷിംഗ്ടൺ ഇറാനെതിരായി ശക്തമായ സൈനിക നടപടിക്ക് കോപ്പുകൂട്ടുന്നു എന്ന വാർത്തകൾക്കിടയിൽ തന്റെ ചലനങ്ങൾ രഹസ്യമാക്കി വെക്കുന്നത് സുരക്ഷാപരമായ അനിവാര്യതയാണ്. 2020-ൽ ഖുസ് ഫോഴ്സ് കമാൻഡർ കാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ച ശേഷം ഉന്നത നേതാക്കളുടെ സുരക്ഷയിൽ ഇറാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. വലിയ സൈനിക സമ്മേളനങ്ങളിൽ പരമോന്നത നേതാവ് നേരിട്ട് പങ്കെടുക്കുന്നത് ശത്രുക്കൾക്ക് ഒരു ലക്ഷ്യം നൽകുന്നതിന് തുല്യമാണെന്ന് ഇറാൻ സൈനിക വിഭാഗം വിലയിരുത്തുന്നുണ്ടാകാം. താൻ നേരിട്ട് പങ്കെടുക്കാത്തതിലൂടെ ഖമേനി നൽകുന്ന മറ്റൊരു വലിയ സന്ദേശം ഇറാന്റെ ഭരണഘടനാപരമായ കരുത്തിനെക്കുറിച്ചാണ്. വ്യക്തിപൂജയ്ക്കപ്പുറം ഒരു സംയുക്തമായ ഭരണ സംവിധാനമാണ് ഇറാനെ നയിക്കുന്നതെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഖമേനിയുടെ അസാന്നിധ്യത്തിലും രാജ്യം ഒരേ വേഗതയിൽ മുന്നോട്ട് പോകുന്നുവെന്നും സായുധ സേനയുടെ ആത്മവീര്യം തകരില്ലെന്നും ഈ സംഭവം തെളിയിക്കുന്നു.